മുട്ടിറക്കാ പിന്നെ മുട്ടിനല്ലാതെ പെടലിക്ക് തീര് വരൂ. പ്രാർത്ഥന ഫലിച്ചു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദോശ. ലക്ഷ്മി വന്നതിന് ശേഷമാണ് മിന്നുമോൾക്ക് ഈ മാറ്റം. എല്ലാം വേസ്റ്റായി. ദോശമാവ് ഹായ്, നല്ല മുശുക്ക് മണം. നീ എന്റെ തേപ്പൊട്ടി കൊണ്ട് കയറ്റം കയറാം. ഒന്ന് വേണ്ട അയക്കടാ. നിന്റെ മാനേജർ ഇപ്പൊ ഒരുങ്ങി വരും. സ്വന്തം അപ്പനാണ് ഡ്രൈവർന്ന് പോലും വിചാരമില്ലാത്ത മരക്കഴുത. ആണ് സഖി ഞാൻ വെറുമൊരു പാമ. നീ ഇവിടെ പൊട്ടനാന്നുള്ള കാര്യം മറക്കണ്ട കേട്ടാ. പൊട്ടന്മാർക്ക് സംസാരിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. പാടാലോ. പാടാത്ത പൊട്ടനും പാടൂ, പാടാത്ത അയ്യോ പൊട്ടനാണേലും നല്ല താളമുണ്ട്. സാറിന്റെ ഇവിടെ അല്ല, ആന്റിക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളുണ്ടോ? കൊതുകിന്റെ ശല്യം? അതിനത് കൊച്ചിയല്ലല്ലോ, കൊട്ടാരല്ലേ. വെറുതെ അല്ല ആ ലീല നിന്റെ വലയിൽ വീണത്. കോമഡി പറയുന്നവരെ ഐശ്വര്യ റോയ്ക്ക് വരെ ഇഷ്ടാവട്ടോ. സത്യമായിട്ട് സാറ് ഞാൻ താൻ ഒന്നും പറയണ്ട. ഇന്ന പ്രായത്തിലെ പ്രേമിക്കാവുള്ളെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഈ പ്രണയം എന്ന് പറയണത് വാർദ്ധക്യം ബാധിക്കാത്ത ഒരു വികാരമാണല്ലോ. സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പൊ അത്തരത്തിലൊരു ഒരു ഒരു ഇതിലാണ്. അതേന്ന് മറ്റാരുമല്ല, ലക്ഷ്മി. ലക്ഷ്മിക്ക് മിന്നുമോളോടുള്ള സ്നേഹം കാണുമ്പോ അവക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. അതെ, തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട. ആന്റണി മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ ഇപ്പോ ഈ കാര്യം എന്നോട് മാത്രല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ, എന്നോട് തന്നെ പറയണം. റൈറ്റ്. നമുക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സമയമാകുമ്പോ ആന്റണി തന്നെ ലക്ഷ്മിയോടൊന്ന് സംസാരിക്കണം. ലക്ഷ്മിയോട് ഞാൻ പറയണം. എനിക്ക് നേരിട്ട് പറയാൻ ഒരു ഇതല്ലേ അതുണ്ടാവും. സ്വർഗത്തേക്കാൾ സുന്ദരം എന്റെ കർത്താവേ. ആന്യ വല്ലതും പറഞ്ഞു കാണുമോ? ചായ കൊണ്ട് വരുന്നുണ്ട്. ഇനി എങ്ങനെ ഫേസ് ചെയ്യും? എവിടെയാ തുടങ്ങേണ്ടത്? നിന്നോട് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ. അവളൊരു ചായ കൊണ്ടുവന്നു. ലക്ഷ്മി അമ്മേ, ആദിയുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മി അമ്മ എന്തിനാ പോകുന്നത്? അത് പിന്നെ ആദിയുടെ അച്ഛനും അമ്മ എങ്ങനെയാ? കുഴപ്പക്കാരാ? അമ്മ പാവാ. അപ്പൊ അച്ഛൻ ഭീകരനാ? കണ്ടാൽ ഒരു ഭീകരനാണെന്ന് തോന്നുമെങ്കിലും ആള് പാവാ. പക്ഷേ ഈയിടെയായിട്ട് ഉള്ളിൽ എന്താണെന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവണില്ല. അത് സാരല്ല, അമ്മ ലക്ഷ്മി അമ്മയെ പോലെ ആയാ മതി. ഈ ആന്റണി ചായന്റെ ഒരു കാര്യം, എപ്പോ ഓഫീസിൽ പോകാൻ ഇറങ്ങിയാലും എന്നെ കാണണം. ഇനി ഇതുപോലത്തെ ഒരുപാട് തമാശകൾ എന്റെ അടുത്തുണ്ട്. ഫ്രീയാവുമ്പോ ഞാൻ പറഞ്ഞുതരാം. അല്ല, ആദി സാർ മുന്നിലിരുന്നോട്ടെ. പിന്നിലിരുന്ന് എന്താ കുഴപ്പം? ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ആന്റണി? അങ്ങനെയാണല്ലോ പതിവ് സാറേ. പതിവില് പല പല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ മിന്നു? ഡ്രൈവർ വണ്ടി എടുക്കൂ. ആദി, ഇത് കണ്ടോ? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ എടുത്ത ഫോട്ടോയാ. സ്മാർട്ടാണല്ലോ. എന്താ ഹോൺ അടിച്ച് പഠിക്കാ? ആരോ ഹോൺ അടിക്കാത്തൊരു. ആദി, ഇത് കണ്ടോ? എനിക്ക് 1.5 വയസ്സുള്ളപ്പോ എടുത്ത ഫോട്ടോയാ. അന്നേ സുന്ദരിയാണല്ലേ. അതെ, ഈ റോഡിലൊന്നും ഒരു ഈച്ച പോലും ഇല്ല, പിന്നെ എന്തിനാ ഈ ഹോൺ അടിക്കണേ? അല്ല, റോഡ് മുഴുവൻ കട്ടറാ. എന്താ ഹോൺ അടിച്ച കെട്ടണീറ്റ് ഓടുവോ?
നേരെ നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിലേ വണ്ടിക്ക് വല്ല അപകടം പറ്റുമേ. അങ്ങനെ അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ അടിക്കടി ഇങ്ങനെ ഹോണടിക്കണേ. ആയിക്കോട്ടെ. അല്ല, എനിക്കറിയാൻ മേല ചോദിക്കുക, നിങ്ങൾ കുടുംബസമേതം പ്രേമിക്കാൻ വന്നിരിക്കുക? ഇവന്റെ ദാ ഒരു മോഹം നടക്കാൻ പോണില്ല. അപ്പനെ പ്രേമിച്ച് കേട്ട ഇതാണ് കുഴപ്പം. അപ്പനും മകനും തമ്മിൽ വളരെ ഫ്രാങ്ക് ആണ്, ഫ്രണ്ട്സിനെ പോലെയാണെന്നൊക്കെ പറയുകയും ചെയ്യും. മക്കൾ ആരെങ്കിലും പ്രേമിച്ചു കഴിഞ്ഞാൽ അപ്പ തന്തമാരുടെ സ്വഭാവം അതുള്ളതാ. എടാ, ഇവനായിട്ട് വരുത്തി വെച്ച ഒരുപാട് കടങ്ങളുണ്ട് നാട്ടില്. അതെങ്ങനെങ്കിലും തീർക്കാൻ നോക്കണ്ട ഒരു മുടിഞ്ഞ പ്രേമായിട്ട് നടക്കാം. ശരിയാ, നാട്ടിലെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല. അതുപോലെ തന്നെ മിന്നുവിനെ എനിക്ക് മറക്കാൻ പറ്റും. അത് ന്യായം. എടാ, മിന്നു വർമ്മസാറിന്റെ ഒറ്റ മോളാ. നമ്മളെ വിശ്വസിച്ച് നമുക്കൊരു ജോലി തന്ന ആ വലിയ മനുഷ്യനോട് വിശ്വാസവഞ്ചന കാണിച്ചാ ദൈവം പോലും പൊറുക്കില്ല. നമ്മുടെ എല്ലാ സത്യങ്ങളും വർമ്മസാർ അറിഞ്ഞ എന്താവുന്ന ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അവസാനമായിട്ട് പറയാ, മോനെ ഇന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ വർമ്മസാറിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ലക്ഷ്മിയും കൂട്ടി അപ്പനിവിടെ ഇറങ്ങൂട്ടോ. എന്നാ നമുക്ക് കാണാം. എന്നാ കാണാടാ. സാമർത്ഥ്യം കുട്ടിക്കളിയാ, കുട്ടിക്കളി. ഇവിടെ എല്ലാവർക്കും ലൈനായി. ഈ ഒരു ചെറിയ പോസ്റ്റിലേക്ക് ഒരു കണക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിവിടെ ഒരു KCBയുടെ സബ്സ്റ്റേഷൻ തന്നെ തുടങ്ങായിരുന്നു. അതിവിടെയല്ല, അപ്പുറത്ത് അപ്പുറത്ത്. അത് പിന്നെ സോറി ചേട്ടാ, ചേട്ടനൊരു പൊട്ടനല്ലായിരുന്നെങ്കിൽ ഞാൻ ചേട്ടനെ തന്നെ കല്യാണം കഴിച്ചേനെ. ഞാൻ വെച്ചിട്ടുണ്ട്. എന്താടാ അവളോടൊരു കിന്നാരം? നീ എന്താ ആന്റണിച്ചിന് പഠിക്കുക? അയ്യേ, ഞാൻ അവൾ പോകാൻ കാത്തിരിക്കായിരുന്നു. മിന്നുവിന്റെ കാര്യം പറഞ്ഞ ആന്റണിച്ചനും ആദ്യം വലിയ തർക്കത്തില. കൂട്ടുകാരെ പോലായിരുന്നു അപ്പനും മോനും. ഇപ്പൊ ആനപ്പാറയിലെ അച്ചമ്മയും അഞ്ഞൂറാനേം പോലെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ലക്ഷ്മിയമ്മ ഒന്ന് സംസാരിച്ചാൽ എല്ലാം തീരും. അപ്പൊ ഇന്ന് രാത്രി 12 മണിക്ക് നമ്മുടെ കുടുംബ മീറ്റിംഗ്. സ്ഥലം നെല്ലിക്കൽ തറവാട്, ആന്റണിച്ചന്റെ മുറി. എന്നേക്കാൾ നന്നായിട്ട് മിന്നുവിനെ അമ്മയ്ക്ക് അറിയാലോ. എന്നിട്ടും അപ്പം വേണ്ടാത്ത പിടിവാശിയാ. അമ്മ എന്നെ അപ്പനോട് സമ്സാരിക്കും. ഇക്കാര്യത്തിൽ അപ്പനത് ഒറ്റ അഭിപ്രായമുള്ളൂ, അത് നടക്കില്ല, സമ്മതിക്കില്ല. അപ്പം വാശിയിലാണെങ്കിലേ ഞാനും വാശി. ലക്ഷ്മി, നീ അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇവനെയല്ലേ പഠിപ്പിക്കേണ്ടത്? എന്തായാലും എന്റെ മോൻ കൊട്ടാരത്തിലെ അടിച്ചു കളിക്കാരുടെ പിന്നാലെ ഒന്നും പോയില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് അതൊന്നും ചോദിക്കാനല്ല, എല്ലാം എനിക്കറിയാം. നിനക്ക് എന്തറിയാന്നാ? അങ്ങനെയാണ് എനിക്ക് നിന്നെ കുറിച്ച് ചിലത് പറയാനുണ്ട്. എന്താ നിനക്ക് എന്നെ പറ്റി പറയാനുള്ളത്? കൊട്ടാരത്തിനകത്ത് ചായ കൊടുക്കലും മിന്നൂനൊരിക്കലും പ്രാർത്ഥനയും ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതെല്ലാം ഞാനായിട്ട് അങ്ങനെ ക്ഷമിക്കാം. അങ്ങനെ നിങ്ങളുടെ പ്രശ്നം പിന്നെ പരിഹരിക്കാം. ഏജ് ഓവർ കേസല്ലേ. പക്ഷെ ആദ്യയുടെ കാര്യത്തിൽ അമ്മയുടെ അഭിപ്രായം എന്താ? എന്റെ തീരുമാനം തന്നെ അവളുടെ. അല്ല, എനിക്കും ആ കുട്ടിയെ ഇഷ്ടം. മതി, എനിക്ക് അമ്മയുടെ സപ്പോർട്ടുണ്ടായ. അതന്നെ. ഇവനെന്ത് പറഞ്ഞാലും പിന്താങ്ങാൻ നീണ്ടല്ലോ. അങ്ങനെ ഇവന്റെ താളത്തിനൊത്ത് തുള്ളിയന്റെ ഫല നമ്മളിപ്പോ അനുഭവിക്കണേ. ആ ഒറ്റ കാരണം കൊണ്ട് എവിടെ വരെ എത്തിയത്, അത് അമ്മയും മോനും മറക്കണ്ട. എന്റെ ലക്ഷ്മി നമ്മുടെ മകനാണ് ഇവനെന്ന് ഈ തറവാട്ടിൽ അറിഞ്ഞാൽ അവർ ഈ ബന്ധത്തിന് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? ലക്ഷ്മി അമ്മയുടെ മകനാണ് ആദ്യം എന്നറിഞ്ഞാൽ ഒരുപക്ഷെ വർമ്മ സാരി കല്യാണത്തിന് സമ്മതിച്ചേക്കും. പക്ഷെ ആന്റണിച്ചനാണ് അച്ഛനെന്നറിഞ്ഞാൽ അപ്പനെ സാറിന് വലിയ കാര്യമൊക്കെ തന്നെയാ. പക്ഷെ ആന്റണിച്ചൻ ഇപ്പോഴും ഭക്ഷണം പിന്നാമ്പുറത്താ. പിന്നെ ആന്റണിച്ചൻ ഒരു വെളുത്ത ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ നമുക്കൊരു പൊണൂലൊക്കെ അങ്ങനെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. എന്റെ മോന് ചേരുന്ന കുട്ടിയാ മിന്നു. ഓഹോ, നിന്റെ മോൻ. അപ്പൊ ഇവൻ എന്റെ ആരുമല്ല. മിന്നു ഉണർന്ന എന്നെ തിരക്കും. പീതാംബര, ഇപ്പൊ അമ്മയും മകനും ഒറ്റക്കെട്ടായി. ഈ അപ്പം പുറത്ത് നടക്കട്ടെ. അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു. പൗഡറൊക്കെ കഴുകിക്കളഞ്ഞ് സ്വന്തം രൂപം തിരിച്ചു പിടിക്കാം. 35,
മൊത്തം ഇങ്ങ് തന്നോളൂ. കാക്കയെ ഞാൻ ഇറങ്ങി, നീ വീട്ടിലേക്ക് പോക്കൂ. അല്ല, നമ്മുടെ എൻഡിങ് ചെയ്യുമ്പം ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ? ഓ എന്റെ വയ്ക്കത്തപ്പാ, ആരപ്പാ? ഇപ്പൊ മനസ്സിലായി. ഇതെന്താടാ തേണ്ടി ആദ്യം പറയാത്തത്? ഇതെങ്ങാനും ആ മിന്നു മോളെ അറിഞ്ഞാൽ അന്ന് തന്നെ ആ തറവാട്ടിൽ അടിച്ചു പുറത്താക്കും. അതോർത്ത് സാറ് വിഷമിക്കണ്ട, അവരിപ്പോഴും കറങ്ങൂല. ആവൂ. അല്ല സാറേ, രണ്ടുപേരും ഈയിടെയായിട്ട് ഭയങ്കര ഡിസ്കഷനിലാണ്. എന്താ? അല്ല, ഡിസ്കസ് ചെയ്ത് നമ്മുടെ മിന്നു മേഡത്തിനെ ആദ്യം സാർ അടിച്ചിട്ട് പോകോ? മിന്നു മോളെ പറ്റി നീ ഒരു അക്ഷരം പറഞ്ഞാൽ അവൾ എന്റെ മോൻ രാഹുൽ കെട്ടാൻ പോണ പെണ്ണാ. മിന്നു ഞാൻ പറയുന്നത് എനിക്കൊന്നും കേക്ക്. കേക്കണ്ട ആദിയുടെ പുരാണം. നീ കേക്കണം. എന്റെ വീട്, അച്ഛൻ, അമ്മ. ഞാൻ പറഞ്ഞല്ലോ, കൊറേയൊക്കെ എനിക്കറിയാം. നിനക്കറിയാത്ത പലതും ഉണ്ട്. ഇനി എന്തെങ്കിലും കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറാനാണെങ്കിൽ അങ്ങനെ ആയിക്കോ. ആദ്യമായിട്ട് എനിക്ക് തിരിച്ചു തന്ന സന്തോഷങ്ങളും സ്വപ്നങ്ങളും തിരിച്ചെടുക്കാനാണെങ്കിൽ എനിക്കൊന്നും കേക്കണ്ട. പോ. ഏയ്, ടാ. നിനക്ക് മിന്നുമോളെ ഇഷ്ടാണോ? അതെ. ഏ? എന്റെ മനസ്സിലും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മോളെ. അളിയാ, ആ, പെങ്ങളെ ജീവിച്ചിരുന്നപ്പോ എനിക്ക് തന്ന വാക്കാ മിന്നുവിന്റെയും എന്റെ മകൻ രാഹുലിന്റെയും കല്യാണം. വാക്കല്ലി മാറ്റാൻ പറ്റും, നാക്ക് മാറ്റാൻ പറ്റില്ല. എടാ, എന്തായി അറിയാ, ആദിത്യനും ലക്ഷ്മിയും വന്നതിന് ശേഷമാണ് നഷ്ടപ്പെട്ടു പോയ എന്റെ മോളുടെ കളിയും ചിരിയും എനിക്ക് തിരിച്ചു കിട്ടിയത്. എന്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഇവരുടെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ആ ആന്റണി, ഓ, ആദിത്യന്റെ കോലോത്തി എന്ന് അച്ഛനോടും അമ്മയോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. ആ അന്നിങ്ങ് വന്നേ.